ഞാൻ വരുമ്പോഴത്തേക്ക് വെക്കണല്ലോ അല്ലേ? എന്നെ കണ്ട് അപ്പോടെ ഫോണ് കാത്ത് ആര്യാ നീ വീട്ടിൽ നിന്ന് വിളിച്ചാണ് കേട്ടോ. അതെ, എന്ത് പറഞ്ഞാലും വീട്ടിൽ 24 മണിക്കൂർ വീട്ടിൽ വിളിക്കുന്ന, രാവിലെ വിളിച്ചാലും വീട്ടിൽ നിന്ന്, ഉച്ചക്ക് വിളിച്ചാലും വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ എന്നെ വിളിക്കാൻ മാത്രമാണ് ഈ വീട്ടിൽ പണി. എനിക്കിവിടെ പണിയില്ല, അവർക്ക് അവിടെ പണിയില്ല. നീ എന്താ പറഞ്ഞാലും ഒരു 100 ന്യായം ഉണ്ടാവും. നിന്റെ ഫോണ് കളി കുറെ കൂടുന്നുണ്ട്. ഇറക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വരിക കേട്ടോ. നീ പോയി ആത്തൊന്ന് പണി നോക്കട്ടെ. നോക്കിയാലും ഫോണില്ല, എപ്പം നോക്കിയാലും 24 മണിക്കൂർ. വേറെയൊന്നും പണിയില്ലല്ലോ. എന്നിട്ടോ രാത്രി ആകുമ്പോ പണി ഒരുങ്ങിയിട്ടില്ല, അങ്ങനെ വർത്തി നമ്മളെ കുറ്റം. ഞാൻ വിളിച്ചാല് എനിക്ക് ഫോൺ എടുക്കാൻ ഒന്നും സമയമില്ല. ഉണ്ടാണ്ടിക്ക് നീ ആത്മ ഒരു ഗ്ലാസ് ചായ തരുവാ. ഒന്നുണ്ടോ നിന്റെ കള്ളപ്പണി? നീ വാ, നീ ഇങ്ങോട്ട് വരാൻ. ആ പണിയല്ല പിന്നെ നീ ഇങ്ങോട്ട് വന്നേ. നീ വാ, നീ വാ. പിള്ളേരെല്ലാം അറിയണം കാര്യം. അണിക്ക് ഇതാ ഈ നമ്പർ. അങ്ങോട്ട് ചോദിക്കുന്ന ആദ്യം കേക്ക്. ഈ 156 എല്ലാ ദിവസവും ഈ 156 മിസ് കോൾ ഉണ്ട്. നീ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇതാരാ ഈ 156 നമ്പർ? അനക്ക് വിളിക്കേണ്ട കാര്യമില്ല. അനക്ക് വിളിക്കണ്ട, ഇങ്ങോട്ട് വർത്താൻ പറയണ്ട. നീ എന്ത് കുഴപ്പം? ഈ 156 നമ്പർ പറ. നീ അനക്ക് നിന്റെ ഫോണിൽ അടിച്ച് വിളിച്ചു നോക്കേണ്ട കാര്യമില്ല. അനക്കിന് കുറ്റിയും പേരും പൊക്കാൻ അറിയില്ല. കണക്ക് മക്കൾ എന്തെങ്കിലും കുഞ്ഞു മക്കളല്ല എന്തെങ്കിലും ആയിട്ട് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നു. അത് എനിക്ക് വായന പൊന്തു. നിങ്ങൾ അടിച്ചു നോക്ക്. ഒരു പണി, നിങ്ങൾ എന്റെ ഫോൺ എടുത്തോ. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങളെ ഫോൺ എനിക്ക് തരാൻ പറ്റുമോ? ഇവിടെ നോക്ക്. നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് നോക്കിക്കുന്നത്? പലതും വേണ്ട സഹിക്കുന്നു. കുഞ്ഞു മക്കളല്ലേ, മക്കളെ കൊണ്ട് വിചാരിച്ചിട്ട് മാത്രം സഹിക്കുന്ന ഒരു കണക്കുണ്ട്. നിങ്ങളെ പല കാര്യവും ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. പിന്നെ മിണ്ടാണ്ടിക്കുന്ന അറിയാം. 2 ചെറിയ മക്കളുണ്ട് എനിക്ക്, 2 പെമ്മക്കളാ മക്കളുടെ. അത് വിചാരിച്ചിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞാൻ സഹിക്കുന്നു, എന്റെ മക്കൾക്ക് വേണ്ടിട്ടാണ്. അവരൊന്ന് പൊന്തട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ കുഞ്ഞു മക്കളെ വിചാരിച്ചിട്ട് മാത്രം പലതും ഞാൻ പറയാത്ത. വെറുതെ നിങ്ങൾ എന്നെ പറഞ്ഞ് ഇതാക്കണ്ട. വെറുതെ നിങ്ങൾ സ്വന്തം കൂടി തോണ്ടണ്ട. തമാശ പറഞ്ഞാടോ. ആ തമാശ വീടെടുത്ത് ഉരുളണ്ട. എന്റെ ഫോണിന്റെ കുത്തിയിട്ട് എടുക്കല്ലേ. തമാശ പറഞ്ഞോളൂ. ഞാൻ വെറുതെ ചൂടാക്കിയതല്ല. ഇന്ന മനസ്സിലായി.